കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യം നമുക്ക് ചിന്തിക്കാം. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം ഒരു അത്ഭുതകരമായ സംഭവമാണ് നടക്കുന്നത്. മാർത്തയും മറിയയും അവരുടെ സഹോദരനായ ലാസറിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് യേശുവിനോട് പറഞ്ഞു. അവർ പ്രതീക്ഷിച്ചത് യേശു ഉടൻ വരികയും ലാസറിനെ സുഖപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ യേശു എത്തിയപ്പോഴേക്കും ലാസർ മരിച്ചു കഴിഞ്ഞിരുന്നു. അവരുടെ ഹൃദയം തകർന്നുപോയി. അവരുടെ ചിന്തകളിൽ ഉയർന്നത്, കർത്താവേ, നീ എന്താണ് നേരത്തെ വരാതിരുന്നത്? എന്തുകൊണ്ടാണ് നീ ഇത് അനുവദിച്ചത്? ഇതൊരിക്കലും നീതിയല്ല എന്നിങ്ങനെയുള്ളതായ നൊമ്പരങ്ങളും നിരാശയും അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാലും യേശു അവരോട് പറഞ്ഞു, വിശ്വസിക്കൂ, ഇപ്പോൾ കാണുന്നത് ഒരിക്കലും അവസാനമല്ല. അവരൊരു സുഖപ്പെടുത്തൽ മാത്രമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ യേശുവിൻ്റെ മനസ്സിൽ ഒരു മരണത്തിൽ നിന്നുള്ളതായ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ഇന്നും അതേ യേശു നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ നാം ഒരു രോഗവുമായിട്ട് പോരാടുകയായിരിക്കാം. ഒരു ബന്ധത്തിൻ്റെ തകർച്ച നാം അനുഭവിക്കുന്നതായിരിക്കാം. ചിലർ നമ്മുടെ മേൽ വിരോധത്തോട് നിലകൊള്ളുന്നുണ്ടായിരിക്കാം. ജീവിതം മുന്നോട്ട് പോകുന്നില്ലെന്ന് നമുക്ക് തോന്നിയിരിക്കാം. മനസ്സിലൊരു അന്ധകാരം, ഒരു ഒറ്റപ്പെടൽ, നിരാശ, ഒരു ചോദ്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നു. ഇതെല്ലാം എങ്ങനെ ശരിയാവും? പക്ഷേ കേൾക്കൂ, ദൈവം അനുവദിക്കുന്ന ഓരോ സാഹചര്യം പോലും നമ്മുടെ ഭാവി മുൻപോട്ട് കൊണ്ടുപോകുവാനാണ്. നമ്മൾ കാണാത്ത ഇടത്ത് ഒരു ദൈവിക പ്രവർത്തനം നടക്കും. നമ്മൾ കരുതുന്നതിനേക്കാൾ വലിയൊരു പദ്ധതിയാണ് ദൈവത്തിനുള്ളത്. നമ്മുടെ ജീവിതത്തിലും ഒരു ലാസർ ഉണ്ടായേക്കാം. ചില മരിച്ചുപോയ സ്വപ്നം, മങ്ങിയ ബന്ധങ്ങൾ, തകർന്ന പ്രതീക്ഷ, അടഞ്ഞ വാതിൽ. ദൈവം പറയുന്നു, നാം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. മരണത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം തമ്പുരാൻ നമുക്കായി ഒരുക്കിയിരിക്കുന്നു. ദൈവം നമ്മളെ സുഖപ്പെടുത്തും. ദൈവം നമ്മളെ ഉയർത്തും. നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് പുനഃസ്ഥാപിക്കും. നിങ്ങളെ പരസ്യമായി ദൈവം മാനിക്കും. ഇന്നത്തെ സന്ദേശത്തോട് ചേർന്ന് നമുക്ക് ഒരു വാചകം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഞാൻ നേരിടുന്ന വെല്ലുവിളികളുടെയും താമസങ്ങളുടെയും മധ്യേ അങ്ങേക്കാണ് അവസാന വാക്കുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലതിനെ അങ്ങ് ഒരുക്കുന്നതിനായിട്ടാണ് ചില കാര്യങ്ങൾ താമസിപ്പിക്കുന്നത്. അതറിയാൻ വേണ്ടി എന്നെ സഹായിക്കണമേ. എൻ്റെ ജീവിതത്തിൽ ചില ഉയർത്തെഴുന്നേൽപ്പുകൾ വരുന്നത് പിന്നാമ്പുറത്തിൽ നിന്നും പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പോടെ ഞാൻ വിശ്വാസത്തിൽ നിലകൊള്ളട്ടെ. എൻ്റെ പ്രാർത്ഥന അങ്ങ് കേട്ട് എന്നെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തിയിരിക്കുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.